നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഡാഡി, വൈകിട്ട് വന്ന അങ്കിളില്ലേ? ആര്? ഓ, ഹേമന്ത്. ആ, അയാളൊരു ചെന്നായയാ, വൂൾഫ്. ഏയ്, മോളെന്തെങ്കിലും മോശത്തോടെ സംസാരിക്കുന്നത്? ഹേമന്ത് അങ്കിള് നമ്മുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്ന ഒരാളല്ലേ. വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വീകരിക്കണമെന്ന് ഡാഡി പറഞ്ഞിട്ടില്ലേ? ഇനി ഒരിക്കലും ഒരാളെ പറ്റി അങ്ങനെ പറയത്തില്ല എന്ന് ഡാഡിക്ക് വാക്കുതാ. നോ, ഞാൻ കണ്ടതാ ഡാഡി. ഒരു വുൾഫിന്റെ മുഖം തന്നെയായിരുന്നു, പല്ല് ചോരയുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ഡാഡി? ഇവളുടെ തോന്നിയ ദിവസം ഡയലോഗും ഒക്കെ കുറച്ച് കൂടി വരുന്നുണ്ട്. ഇനിയിപ്പൊ ഡാഡിയെ കാണുമ്പോ കരടിയാന്ന് തോന്നുമല്ലോ. പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുത്തോ, അതാ നല്ലത്. എന്താ ചേച്ചി ഇത്? ഇതൊക്കെ ശ്രീകുട്ടിയുടെ തോന്നലല്ലേ? ഷീസ് ക്രിയേറ്റീവ്. അവള് ചിത്രം വരയ്ക്കുന്ന കണ്ടിട്ടില്ലേ? അവള് പറഞ്ഞതിനെ പറ്റി ഇങ്ങനെ ഡേഞ്ചറസ് അനാലിസിസ് ഒന്നും വേണ്ട. ആയിക്കോട്ടെ, നാളെ നിന്നെ കാണുമ്പോ ചിമ്പാൻസി പോലെ ഉണ്ടെന്ന് ഇവള് പറഞ്ഞാലും ഇത് തന്നെ പറയണം. തോന്നല് പോലും. ആണോ ഡിമോളു? ചേച്ചിയെ കാണുമ്പോ നിനക്ക് ചിമ്പാൻസി ആയിട്ട് തോന്നുന്നുണ്ടോ? എപ്പോഴും ഇല്ല, ചെലപ്പോ. എങ്കിൽ ചിമ്പാൻസി എന്നെ കടിച്ചു തിന്നോടി. അവിടെ സുനന്ദേ, അതിന് പറഞ്ഞാലും കാര്യമുണ്ടോന്ന് എനിക്കൊരു ചെറിയ പേടി. ദേവേട്ടാ, മോൾ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട് അമ്മ. ഐ എം ഷുവർ ഡാഡി, ഷീ ഹാസ് ഗോട്ട് സം പ്രോബ്ലംസ്. ഡാഡി, ഗൗരിമുത്തശ്ശി ഒരു കാര്യം പറഞ്ഞു. എന്താ മോളെ? ഡാഡിയുടെ വിധി മാത്രം ഡാഡി തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂന്ന്. മോളെ വിധിയോ? മോളെ നീ എന്തൊക്കെയാ പറയുന്നേ? ആ വിധി എനിക്ക് അറിഞ്ഞൂടാ എന്താന്ന്. ഇതെന്താ വലിയ ഗവേഷണത്തിലാണല്ലോ. അത്താഴം വന്ന് കഴിക്കുന്നില്ലേ? മണി എത്രയെന്നറിയോ? മനുഷ്യന്റെ വിധിയെപ്പറ്റി ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിനിപ്പോ ആ ഓലച്ചൂട്ടൊന്നും തപ്പണ്ട. കൃഷ്ണേട്ടനെ കല്യാണം കഴിച്ചപ്പോഴേ എന്റെ വിധി എന്താണെന്ന് എനിക്ക് മനസ്സിലായതാ. ബ്രഹ്മാവിന്റെ 5ാമത്തെ തലയെടുത്ത് കളഞ്ഞതിന്റെ പ്രായശ്ചിത്തമായി സാക്ഷാൽ പരമശിവൻ ആ തലയൊട്ടിയെ മേന്തി 14 ലോകവും ഭിക്ഷ അയച്ചു നടന്നു. ഇതാണ് ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം. വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരം ആത്മാവിന് മരണമില്ല. അതറിയോ തനിക്ക്? പിന്നെ ഇതൊക്കെ ആർക്കറിയാത്തത്? തനിക്കറിയോ, ആത്മാവും വിധിയും തമ്മില് ശിവപാർവതി ബന്ധം പോലെയാ. അപ്പൊ എന്താ, ആത്മാവിന് മരണമില്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദേഹം വെടിഞ്ഞ ഗൗരി മുത്തശ്ശിയുടെ ആത്മാവിനും മരണമില്ലെന്നല്ലേ അർത്ഥം? പുനരഭി ജനനം പുനരഭി മരണം എന്നല്ലേ ആചാര്യപദം? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മരണവും ഇവിടെ ഒരു ജനനവും ഉണ്ടായെന്ന് കരുതേണ്ടി വരും. എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ ഒരു ജനനമുണ്ടായെന്ന് കരുതുക. ഒരു ആത്മാവ് ഒരു ശരീരത്തിൽ കയറി കൂടിയിട്ടുണ്ടാവും. അതിനിപ്പോ ഇവിടെ ആരാ മരിച്ചത്? ആത്മാവിന് കയറിക്കൂടാൻ ഒരു ദേഹം വേണ്ടേ? വേണം. ഇടോ ടീച്ചറെ, ഈ ഓലയിൽ പണ്ടാരോ എഴുതി വെച്ച കാര്യം ഞാൻ വായിച്ചു. ഗൗരി മുത്തശ്ശിയുടെ മരണശേഷം നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇവിടെ ഒരു പെൺകുട്ടി വിഷമേറ്റ് മരിക്കുമെന്നും ഭഗവതിയുടെ അനുഗ്രഹത്താൽ ഗൗരി മുത്തശ്ശിയുടെ സഹായത്തോടെ ജീവൻ വീണ്ടെടുക്കുമെന്ന്. എനിക്ക് പേടിയാകുന്നു കൃഷ്ണേട്ട. അന്ന് ആശുപത്രി വെച്ച് നടന്നത് ശരിക്കും നമ്മുടെ ശ്രീകുട്ടിയുടെ മരണമാണോ? മരിച്ചു എന്നും പറഞ്ഞല്ലേ ആ നേഴ്സ് ഓടിപ്പോയത്? നമുക്കറിയാൻ മേലാത്ത എന്തെല്ലാമോ നമുക്ക് ചുറ്റിലും നടക്കുന്നുണ്ട്. ആ സംഭവത്തിന് ശേഷം ശ്രീകുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നറിയില്ല. അതെ, കുഞ്ഞുടനെ തിരിച്ചു പോകാൻ നിർബന്ധിച്ചു. അതെനിക്ക് ഓർമ്മയുണ്ട്. എന്തോ എവിടെയോ ഒരു ഇന്ന് ഈ നിമിഷം വരെ ആ മൂക്കുത്തിക്കല്ലിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല.
എന്തോ അപകടം വരാൻ പോകുന്ന പോലെയാ എന്റെ മനസ്സ് പറയുന്നത്. എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ ഭഗവതി. എന്തായി ഹേമന്ത് നിന്റെ ചേസ് ഹണ്ടിങ്? എന്റെ ചേച്ചി വല വിരിച്ചാലേ ഉള്ളൂ, അപ്പോഴേക്കും കക്ഷി ഇങ്ങോട്ട് വന്ന് വീണു. കണ്ടിട്ട് ആ കുട്ടി ഒരു ഇന്റലിജന്റ് ഗേളാ. വീണെന്നുള്ളത് നിന്റെ തോന്നലാണെങ്കിലോ? ചേച്ചി ആദ്യ ആക്സിഡന്റ് അതൊക്കെ ഒരു സോറി ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ബോഡി ലാംഗ്വേജ്, ഒരു വിധേയത്വം, ദാറ്റ്സ് എനഫ്. ബാക്കിയായി നോ. നിന്റെ ക്രിമിനൽ സ്വഭാവം ഇപ്പൊ പുറത്തെടുക്കണ്ട. അവളുടെ വിനീത വിധേയൻ, അനുസരണയുള്ള കാമുകൻ, അതായിരിക്കണം നിന്റെ റോൾ. മഹാദേവന്റെ മുമ്പില് എന്റെ അഭിനയം നീ കാണുന്നില്ലേ? യു ആർ റിയലി ഗ്രേറ്റ്. അയാള് ഫുള്ളി സറണ്ടർ. ചേച്ചിക്ക് അറിയാലോ, ഇന്നേ വരെ ഈ ഗെയിമിൽ ഞാൻ ഒരൊറ്റ പെണ്ണോട് പോലും തോറ്റിട്ടില്ല. ദാറ്റ്സ് ഓക്കെ. പക്ഷേ ലക്ഷ്യം എപ്പോഴും ഓർമ്മ വേണം. അവളെ, ആ അനന്യെ നീ മാരി ചെയ്യണം. ആ വീട് നിനക്ക് സ്വന്തമാവണം. എന്നുവെച്ചാൽ എനിക്ക്. ഓ മൈ ഗോഡ്, കോടിക്കണക്കിന് വിലയുള്ള ദേവന്റെ ബിസിനസ് എല്ലാം ഇപ്പൊ തന്നെ ഏതാണ്ട് കൈക്കുള്ളിലായി കഴിഞ്ഞു. അയാളുടെ ഒരു വീട് ജപ്തി, മറ്റേ വീട് എനിക്ക് സ്ത്രീധനം. ഒടുവിൽ അവരെല്ലാരും കൂടെ തെരുവിലാവോ? ആകണം. ശ്രദ്ധിച്ചു കേട്ടോ, ആ അനന്യക്ക് നിന്നെ കല്യാണം കഴിച്ചേ പറ്റൂ എന്ന അവസ്ഥ നീ ഉണ്ടാക്കണം. അതിനൊറ്റ എളുപ്പ വഴിയേ ഉള്ളൂ. എന്താ അത്? ഈ ഫ്ലേട്ടിംഗ് കൊണ്ടൊന്നും കാര്യം നടക്കില്ല. അവള് നിന്നിൽ നിന്നും പ്രഗ്നന്റ് ആവണം. What do you mean? I mean what I said. അവളെ പോലൊരു പെൺകുട്ടിയെ കെണിയിൽ വീഴ്ത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പൊ എന്താ വേണ്ടത്? സ്മാർട്ട് പ്ലാനിംഗ് വിത്ത് ഹെവി സെന്റിമെന്റ്സ്. എല്ലാം സമയമാവുമ്പോ ഞാൻ പറഞ്ഞുതരാം. എനിക്കത് ആദ്യമൊന്നും അല്ലല്ലോ. എത്ര പേരെ. ഓക്കെ. ദേവനെയും അയാളുടെ കുടുംബത്തെയും തെരുവിലിറക്കി വിട്ടാലേ എനിക്ക് സമാധാനാവൂ. ആ മാൾ മാത്രമല്ല, അയാളുടെ ജ്വല്ലറി ഷോപ്പും എന്റെ ഈ കൈവെള്ളയിൽ എത്തിക്കും ഞാൻ. എന്നിട്ട് അതിപ്പോ നീ അറിയണ്ട. അയാൾക്കുള്ള ശിക്ഷ ഇതൊന്നുമല്ല. ഞാൻ ചിലത് കരുതിയിട്ടുണ്ട്. പുതിയ യൂണിഫോം ഒക്കെ ഇഷ്ടായോ? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ഇതേ കളർ തന്നെയായിരുന്നു അമ്മേ. വേറെ കളർ മതിയായിരുന്നു. അയ്യോ, അങ്ങനെ ഒക്കില്ല മോളെ. സ്കൂൾ യൂണിഫോമിന്റെ കളറൊക്കെ സ്കൂൾ മാനേജ്മെന്റ് അല്ലേ തീരുമാനിക്കുന്നേ. ഇനി മോള് 6th സ്റ്റാൻഡേർഡിലേക്ക് എത്തുമ്പോ ദേ മെറൂണും യെല്ലോയും ഒക്കെ ആവും. ഇനി നമുക്കിത് ഊരി വെച്ചാലോ? സ്കൂളിൽ പോണ ദിവസം ഇടാം. വേണ്ടമ്മേ, ഇന്നത്തെ ദിവസം ഇതിട്ടാ മതി. ഓക്കെ, വാ മോൾ ഇവിടെ ഇരിക്കെ. അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? മോൾ ഇന്നലെ ഡാഡിയോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ്? ആ അങ്കിൾ ഒരു ചെന്നായ, ആ അങ്കിളിന്റെ പല്ലിൽ ചോര ഉണ്ടായിരുന്നു എന്നൊക്കെ. ഞാൻ നോക്കിയപ്പോ അങ്ങനെ അമ്മ കണ്ടത്. അതുകൊണ്ട് അത് ഡാഡിയുടെ അടുത്ത് പറഞ്ഞേ. ഓ, ഇപ്പൊ മനസ്സിലായി. ഇന്നലെ രാത്രി അമ്മ ചതിയനായ ചെന്നായുടെ കഥ പറഞ്ഞു തന്നില്ലേ? അതാ സംഗതിയല്ലേ. അപ്പൊ മോള് ചെന്നായി എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചപ്പോ അമ്മ ചെന്നായുടെ ഫോട്ടോ കാണിച്ചു തന്നില്ലേ? അതാ മോളുടെ മനസ്സില്. ഇനി അങ്ങനൊന്നും പറയരുത് കേട്ടോ, അമ്മയ്ക്ക് സങ്കടം വരും. അമ്മ പറഞ്ഞ കഥയിലെ ചെന്നായ അല്ല, ശരിക്കും ആ അങ്കിളുടെ തല അങ്ങനെയായിരുന്നു. വൂൾഫിന്റെ പല്ലിൽ ചോരയും ഞാൻ കണ്ടു. സത്യം അമ്മേ, ശരിക്കുള്ള ചെന്നായ. എന്റെ കുഞ്ഞ്, എന്താ ഇത് മോളെ? എന്താ അമ്മേ? മോളിന്റെ ഇന്റീരിയർ വർക്കിന് നമുക്കൊരു കോമ്പറ്റന്റ് പ്രൊഫഷണലിനെ കണ്ടെത്തണം. അത് വേണം. അബുദാബി മാള് സെറ്റ് ചെയ്ത ഡിസൈനറെ എനിക്കറിയാം. മീൻസ് ഹീസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. പക്ഷെ ഫീസ് ഇത്തിരി ഹെവിയാണ്.
മേ ബി സം ക്രോസ്, പക്ഷേ സംഗതി ഹൈലി പ്രൊഫഷണലാ. അല്ല, അത്രയൊക്കെ വേണോ? ദേവേട്ടാ, ഇന്റീരിയർ ക്ലാസിക് ആവണം. ഫ്യൂ ക്രോസ് നോട്ട് എ പ്രോബ്ലം. ഐ വിൽ ഇൻവെസ്റ്റ്. ദേവേട്ടൻ വന്നേ, എനിക്ക് പേഴ്സണലായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. കാണിക്ക. എന്താ പ്രവി? ഇവിടെ ഈ മോളില് നമ്മുടേതായ ഒരു മാർക്കിംഗ് വേണം. എന്ന് വെച്ചാ? ഏ മാർക്ക് ഓഫ് ലവ്. റൂഫ് ടോപ്പില് ഒരു പെന്റ് ഹൗസ് നമുക്ക് വേണ്ടി മാത്രം. അത് ഈ സ്റ്റാഫ് അറിഞ്ഞ മോശമല്ലേ പ്രവി? എന്ത് മോശം? നമ്മൾ പാർട്ട്നേഴ്സ് അല്ലേ? വി ഹാവ് ടു ഡിസ്കസ് സോ മെനി മാറ്റേഴ്സ്. പകലും രാത്രിയും ഒക്കെ ജോലി ചെയ്യുമ്പോ നമ്മള് നമ്മുടേത് മാത്രമായ പെന്റ് ഹൗസിൽ താമസിക്കുന്നു. സോ വാട്ട്? ഹൂ വിൽ ബോദർ അബൌട്ട് ഇറ്റ്?